സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് 2-3 പേരെ പറ്റിയല്ലേ. ഫിറോസ്, സജിന, ഷിയാസ് കരീം ഇവരൊക്കെ ചർച്ചയാവുന്നത് നല്ല ചർച്ചകളൊന്നുമല്ല. ഇവരെ ചുറ്റിപ്പറ്റി വരുന്ന കഥകളൊക്കെ തന്നെ നെഗറ്റീവായി തന്നെയാണ് പുറത്തു വരുന്നത്. ഫിറോസ് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ തൊട്ടും തൊടാതെയൊക്കെ സജിനയ്ക്കെതിരെയായിട്ടുള്ള വീഡിയോകളായിരുന്നു. ബിഗ് ബോസിൽ ഇവർ രണ്ടുപേരും പോയപ്പോൾ തന്നെ ഫിറോസിൻ്റെ ഓരോരോ സ്വഭാവങ്ങളും രീതികളൊക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും വെറുപ്പുള്ള ഓരോരോ കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ആ സമയത്ത് തന്നെ സജിന ഫിറോസിനെ നിയന്ത്രിക്കാൻ പെടുന്ന പാട് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് സജിനയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ളൊരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ വന്നത്. 4 വർഷമായി അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അവർ തമ്മിൽ അടുപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഫിറോസിനോടായിരുന്നു സഹതാപം. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി നിൽക്കുമ്പോൾ തന്നെയാണ് സജിന ഫിറോസിനെ ചതിച്ച് റസൂൽ പൂക്കുട്ടിയുമായി അടുപ്പത്തിലായത്. ആ സമയത്ത് തന്നെ ഫിറോസ് കർമ്മ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവർ രണ്ടുപേരും മുമ്പ് വിവാഹിതരായവരാണ്, അവരുടെ പാർട്ണറെ ചതിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒന്നായത് എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു. അപ്പോൾ സജിനക്ക് മാത്രം കർമ്മ വീഴില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സജിന ചില കാര്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ വന്നത്. ഫിറോസിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ അനുഭവിച്ചാണോ ഈ പെൺകുട്ടി നല്ല സന്തോഷവതി എന്നുള്ള രീതിയിൽ ഫിറോസിൻ്റെ കൂടെ കഴിഞ്ഞത് എന്ന് നമുക്ക് അത്ഭുതം തന്നെയാണ്. 20 വയസ്സിലോ മറ്റോ ആണ് സജിന ഫിറോസിനെ വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് സജിനക്ക് ആദ്യ വിവാഹത്തിലൊരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയെ സ്വന്തം മോളായി കരുതാം എന്നൊക്കെയുള്ളൊരു വാഗ്ദാനത്തിലാണ് സജിനയെ കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞതോടുകൂടി ആ മകളെ കൂടെ നിർത്താനോ നോക്കാനോ ഒന്നും ഫിറോസ് വിടുന്നുണ്ടായില്ല. ആ സങ്കടത്തിനിടയിലാണ് രണ്ടാമത് സജിനക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിനെ പ്രസവിച്ച് 3 മാസമായപ്പോഴാണ് സജിനക്ക് എന്തോ ഒരു സംശയം തോന്നിയത്. എന്നാൽ അത് സത്യമാണ് എന്നറിയുന്നൊരു വോയിസൊക്കെ സജിന കേട്ടു. അത് സഹിക്കാൻ പറ്റാതെ സജിന ബ്ലേഡ് വെച്ച് കൈയൊക്കെ കീറി. ആ കലയൊക്കെ ബിഗ് ബോസിൽ വന്നപ്പോൾ കണ്ടിരുന്നില്ലേ നിങ്ങളെന്നൊക്കെ സജിന ചോദിക്കുന്നുണ്ട്. അത്രത്തോളം എത്തിയപ്പോൾ ഫിറോസ് സജിനയോട് മാപ്പ് പറഞ്ഞ് കാലിൽ വീണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും സജിന ഫിറോസിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി. എന്നിട്ടും അയാളുടെ സ്വഭാവം ഇത് തന്നെ. വീണ്ടും ഇതേപോലുള്ളൊരു സാഹചര്യത്തിൽ ഫിറോസിനെ സജിനക്ക് കാണേണ്ടി വന്നു. ഇത്രയും സഹിച്ച് സജിന കൂടെ നിൽക്കുമ്പോൾ തന്നെ സജിന അറിഞ്ഞു 17 വയസ്സുള്ളൊരു കുട്ടിയെയും കൂട്ടി ഫിറോസ് ഹോട്ടൽ റൂമിൽ പോയി ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു എന്നുള്ള അത്രയും ഗുരുതരമായൊരു ആരോപണം ഫിറോസിനെതിരെ സജിന പറയുന്നുണ്ട്. എന്നാൽ സ്വന്തം കുട്ടിക്ക് തന്നെ 17 വയസ്സായി. സ്വന്തം കുഞ്ഞിൻ്റെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഫിറോസ് ഇതുപോലെ ഉപയോഗിച്ചത്. ശരിക്കും ഈ മൈനറായ പെൺകുട്ടിയെ ഇതേ രീതിയിൽ ഫിറോസ് ഉപയോഗിച്ചെങ്കിൽ അതൊരു ഗുരുതരമായൊരു കേസൊക്കെ വരാനുള്ളൊരു കാര്യമല്ലേ. ആദ്യ വിവാഹത്തിലെ ആ ഭാര്യയെയും ഫിറോസ് ഇപ്പോഴും വിളിച്ച് ഭീഷണിയൊക്കെ പെടുത്തുന്നെന്ന്. അവരെ നോക്കാനോ ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാനോ ഒന്നും ഫിറോസ് ഇതുവരെയും ചെയ്തിട്ടുണ്ടായില്ല. അവരൊരു നല്ലൊരു കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇതിനെതിരെ പോവാനോ അതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ വരാനോ ഒന്നും അവർ തയ്യാറല്ല. അവർ കൊണ്ടുവന്ന 200 പവനോളം അത് മുഴുവനും ഈ ഫിറോസ് എടുത്തിട്ട് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു. ഇതൊക്കെ ചെയ്ത ഫിറോസാണ് സജിനയ്ക്കെതിരെ കുറ്റവുമായി ഓരോരുത്തരുടെ ചെറിയ കാര്യങ്ങൾ വരെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരെ വലിച്ചു കീറുന്നൊരു സ്വഭാവമാണ് ഈ ഫിറോസിന്. സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതുപോലെ പറയാൻ എന്തൊരിതാണ്. കാരണം സ്വന്തം ഭാര്യയെ ഇത്രത്തോളം പീഡിപ്പിച്ച് സ്വന്തം ഭാര്യയെ വീട്ടിലിട്ടിട്ട് മറ്റുള്ള സ്ത്രീകളുമായി ഇതുപോലെ ജീവിച്ച ഫിറോസിന് സജിനയെ പറയാൻ എന്താണ് അധികാരമുള്ളത്? എന്നാൽ സജിന ഇതൊക്കെ സഹിച്ച് അതിനുശേഷം സജിന ഈ ഫിറോസിനെയും വിട്ടുപോയതിന് ശേഷം സജിനയ്ക്ക് ഡിവോഴ്സ് കൊടുക്കാനോ ഒന്നിനും ഈ ഫിറോസ് തയ്യാറല്ല. സജിന തന്നെ പറയുന്നുണ്ട് സജിനയ്ക്കുള്ള 5 സെൻറ്റ് സ്ഥലം അതിൻ്റെ മുകളിലും ലോൺ എടുത്ത് അതുപോലെ ഒരുപാട് കടങ്ങൾ ഈ സജിനയുടെ പേരിൽ ഈ ഫിറോസ് ആക്കിയിട്ടുള്ളത്. അത് ഈ ഫിറോസിന് കൊടുത്താൽ വേണമെങ്കിൽ ഡിവോഴ്സ് തരാം. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്. ഇതുപോലുള്ള മനുഷ്യരൊക്കെയാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അവരുടെ വീഡിയോ കാണുന്നു, അല്ലെ അവരുടെ സീരിയൽ കാണുന്നു. ഫിറോസ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല സജിന ഇതുപോലൊരു വീഡിയോയുമായി സമൂഹ മാധ്യമത്തിൽ വരുമെന്നുള്ളത്. കാരണം ഫിറോസിനെ ഒരു പേടിയാണല്ലോ. എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ എപ്പോഴും ഈ ഫിറോസ് സജിനയായാലും അല്ലെങ്കിൽ ആദ്യ ഭാര്യയായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഞാനും സജിനയും നമ്മൾ പിരിയാനുള്ള കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല, അതാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞത് സ്വയം പേടി കൊണ്ടായിരിക്കാം. കാരണം എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ സജിന ഇത് പുറത്തു പറയുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ പാവം സജിന ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ ഇങ്ങനെ സജിനയെ കുറ്റപ്പെടുത്തി നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരിയാക്കാനുള്ളൊരു ശ്രമമാണ് ഫിറോസ് ചെയ്തത്.
എന്നാൽ സജിന മുമ്പത്തെ ഒരു ബിഗ് ബോസ് താരത്തിനെ പറ്റിയും പറയുന്നുണ്ട്. എന്നാൽ ഈ പെൺവിഷയം മാത്രമാണോ ഈ ഫിറോസിനുള്ളത്? അല്ല. കഞ്ചാവ് അതും സജിന പറയുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ പോയി കഞ്ചാവ് അടിച്ച് നടക്കുന്നൊരു സ്വഭാവം ഈ ഫിറോസിനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സ്വയം ഒരു കേസെടുക്കാൻ പറ്റില്ലേ? കാരണം മൈനറായ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതര ഒരു തെറ്റല്ലേ ചെയ്തത്? കൂടാതെ കഞ്ചാവും. സജിന പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ സജിനക്കറിയാം. ആ പെൺകുട്ടി എന്നെപ്പറ്റി ഒന്നും പുറത്ത് പറയല്ലേ, എനിക്ക് കല്യാണം കഴിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചെന്ന്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ഈ പെൺകുട്ടികൾക്കൊക്കെ എന്താ പറ്റുന്നത്? ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയുന്ന ഒരാളാണ് ഫിറോസും സജിനയും ഒക്കെ. അപ്പോൾ ഇവരെന്താ ചിന്തിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 2ഉം 3ഉം കുട്ടികളുള്ള ഇവരുടെ കൂടെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഹോട്ടൽ മുറികളിലൊക്കെ പോകുന്നത്? എന്താണ് താരാരാധന കൊണ്ടാണോ ഇവരിങ്ങനെയുള്ള ആളുകളുടെ പുറത്ത് പോകുന്നത്? ഇപ്പോൾ ഷിയാസ് കരീമിൻ്റെ കാര്യവും നമ്മൾ കേട്ടല്ലോ. എന്താണ് പണത്തിന് വേണ്ടി ഓരോ സ്ത്രീകളെ ഉപയോഗിക്കുക, എന്നിട്ട് അവരെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക. അപ്പോഴും അവർ വിചാരിക്കുന്നത് സ്വയം നമ്മൾ നാറാതിരിക്കാൻ വേണ്ടി ഇവരൊന്നും പൊതുസ്ഥലത്ത് പറയില്ല എന്നൊരു ധൈര്യമാണോ ഇവർക്കൊക്കെ? ഈ ബിഗ് ബോസ് താരത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പുറത്ത് വിടും എന്നൊക്കെ സജിന പറയുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ പുറത്ത് വിടണം. താമസിച്ചു പോയില്ലേ സജിന? ഇതെന്തായാലും ഈ 17 വയസ്സുള്ള കുട്ടിയുടെ കാര്യം എന്തായാലും അധികാരികളെ അറിയിക്കണം. എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മൂടി മൂടി വെക്കുന്നത് കൊണ്ടാണ് ഇനിയും ചെയ്യാനുള്ളൊരു ധൈര്യം ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്നത്. എന്തിനും ഏതിനും ഓരോ വീഡിയോ ആയി വരുന്ന ഫിറോസ് എന്തുകൊണ്ട് സജിനയുടെ ഈ ആരോപണത്തെ ഒന്നും എതിർത്ത് വരാത്തതെന്താണ്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ലേ സജിന പറയുന്നതൊക്കെ തെറ്റാണ് എന്നൊന്നും പറയാൻ എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ പേടിയുണ്ട്, ഇതൊക്കെ ഫിറോസ് ചെയ്തത് തന്നെയല്ലേ? ഫിറോസ് ഇങ്ങനെയൊന്നും ചെയ്തില്ല എങ്കിൽ സജിനയ്ക്കെതിരെ ഫിറോസിന് വരാമല്ലോ. സജിന പറയുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ്. അതല്ല, സജിന പറഞ്ഞത് തന്നെയാണ് സത്യമെങ്കിൽ എന്തായാലും ഫിറോസ് പെടും. ഫിറോസിനെതിരെ എന്ത് കേസായിരിക്കും വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഒന്നും വലിയൊരു കുറ്റമായിട്ട് കേസൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു 10-12 ദിവസം ഇവരെ പിടിച്ചകത്തിടും, പിന്നെ പുറത്തു പോയി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പുറത്ത് നടക്കുന്നു. അതുകൊണ്ടാണല്ലോ വീണ്ടും ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നത്. അല്ലാതെ ഇത്രയുമൊക്കെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു റോസ് ഇതുപോലുള്ള ഒരു ചെറിയ പെൺകുട്ടിയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇത് പുറത്ത് വന്നാൽ എനിക്ക് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ നാണം കെട്ട് ജീവിക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾ ഇതുപോലെ ചെയ്യുമോ? ഇതുപോലെ പല വീടുകളിലും നടക്കുന്നുണ്ട്. കാരണം സ്വന്തം ഭാര്യയെ വീട്ടിൽ വെച്ചിട്ട് പല ആൾക്കാരോട് കൂടി നടക്കുക, ഇതുപോലെ കഞ്ചാവടിച്ച് നടക്കുക, അല്ല പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അതുപോലെ പൈസ വാങ്ങിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഇതൊന്നും പുറത്ത് പറയില്ല എന്നൊരു ധൈര്യമായിരിക്കും ഇവർക്ക്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും പുറത്ത് വന്നാൽ സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തും. അവൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അതുതന്നെയാണല്ലോ ഇപ്പോൾ ഫിറോസും സജിനയ്ക്കെതിരെ റസൂൽ പൂക്കുട്ടിയുമായി ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ പിരിയാൻ കാര്യം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു കാര്യമല്ലേ ഫിറോസ് ഓരോ വീഡിയോയിൽ കൂടിയും ചെയ്തത്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ സീരിയലുകളായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലായാലും ഇതുപോലെ അഭിനയിക്കുന്ന ഓരോ ആൾക്കാർ, സമൂഹ മാധ്യമത്തിൽ വരുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ നല്ല ജീവിതമായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ ആരാധിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇവരൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ സജിനയുടെ കൂടെയുള്ള 2 കുഞ്ഞുങ്ങളെയോ അല്ല ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെയോ ഒന്നും ഈ ഫിറോസ് നോക്കുന്നില്ല. തനിക്ക് സ്വന്തമായി ആർഭാടമായ ജീവിതം നയിക്കണം. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയത്. ഇതൊക്കെ കള്ളത്തരം തന്നെ ആയിരിക്കാം. അതുപോലെ വീട് വെച്ചപ്പോൾ ആ വീടിൻ്റെ കാര്യത്തിലും ഇതുപോലെയൊരു കാര്യങ്ങൾ ഫിറോസും സജിനയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അന്ന് സജിനക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെ സജിനയും ആ സമയത്ത് അതൊക്കെ സന്തോഷത്തോടു കൂടി ചെയ്തതായിരിക്കാം. അപ്പോൾ ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ കള്ളത്തരം തന്നെ ആയിരുന്നു എന്ന്. ഇതൊക്കെ അനുഭവിച്ചാണോ സജിന ഇത്രയും കാലം അയാളുടെ കൂടെ ജീവിച്ചത്? പുറത്ത് വളരെ സന്തോഷവതിയായി കണ്ടതൊക്കെ സജിന അഭിനയിച്ച് നടക്കുകയായിരിക്കാം. എന്നാലും ഇതൊക്കെ സ്വന്തം ഭർത്താവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്തത് തന്നെയല്ലേ? പലരും എന്നാൽ സജിനയെ വിശ്വസിക്കാതെ സജിന ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്നൊക്കെ പറയും. പക്ഷേ ചിലവരെ ഫിറോസിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സഹതാപത്തിന് വേണ്ടി അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണല്ലോ ഫിറോസ് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും അവൾ സന്തോഷമായി ജീവിക്കരുത് എന്നൊരു തോന്നലാണ് ഫിറോസിനുള്ളതെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഫിറോസ് ഇത്രയും തെറ്റ് ചെയ്തതാണ് എന്ന് ഫിറോസിൻ്റെ മനസ്സിലുണ്ടായാൽ സജിനയെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ? അല്ലാതെ സജിനയെ വീണ്ടും പുറകെ നടന്ന് ഇതുപോലെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ?
അതുപോലെ തന്നെ സജന പറയുന്നുണ്ട് ഷിയാസ് കരീമിനെ പറ്റി പറഞ്ഞ സ്ത്രീയും ഫിറോസുമായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പോൾ ആ സ്ത്രീയും എങ്ങനെയുള്ളതാണെന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഷിയാസ് കരീമിനെയും ഫിറോസിനെയും എല്ലാവരുടെ അടുത്തും പോകുന്നൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ സ്ത്രീകളൊക്കെ പറ്റിച്ചു, ചൂഷണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ഫിറോസിന് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അന്നവർ ഡിവേഴ്സൊന്നും ആയില്ലല്ലോ. അപ്പോൾ എന്തായാലും കല്യാണം കഴിക്കാം എന്നൊരു വാഗ്ദാനം കൊടുത്താൽ അത് പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ പിന്നെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോകുന്നത്. പിന്നെ അതിനൊക്കെ ശേഷം ചൂഷണം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തകർന്നു പോയി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിലൊന്നും സ്നേഹമല്ലല്ലോ. അതേപോലെ തന്നെ ആദ്യ ഭാര്യയ്ക്കും ഡിവോഴ്സ് കൊടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ സജിനി അറിഞ്ഞത്. അപ്പോൾ സജിനി എന്താണ് നിയമപരമായിട്ടുള്ളൊരു ഭാര്യ ആയിരുന്നില്ല ഇത്രയും കാലം. ശരിക്കും ഈ വളർന്നു വരുന്ന അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴെന്തായിരിക്കുമല്ലേ. എന്തായാലും ഒരു ഫാദർ തന്നെയല്ലേ ഫിറോസ്. അപ്പോൾ സ്വന്തം ഫാദർ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കേൾക്കുമ്പം തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാവരും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാ. ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ കുട്ടികളുടെ കാര്യമാണ് ശരിക്കും കഷ്ടം. ഇത്രയൊക്കെ ഗമ കാണിച്ച് നിൽക്കുമ്പോഴും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ സജിനിയാണ് സജിനയുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ആദ്യ ഭാര്യയിലെ കുട്ടിയെ അവരാണ് നോക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ജീവിക്കാനൊന്നും കൊടുക്കാൻ പറ്റാത്ത ഫിറോസ് ഈ പറഞ്ഞു വന്ന് കാണിക്കുന്നതൊക്കെ വെറും പരിഹാസപാത്രമായിട്ടാണ് ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്കെന്തോ ഒരു സഹതാപം എനിക്ക് സജിനയോടാണ്. കാരണം സജിന പറയുന്നതൊക്കെ നമുക്കൊരു കഥ പോലെ കേട്ടിരിക്കാം. പക്ഷേ സജിന ഈ പറഞ്ഞതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും. കുട്ടികളെയും കൊണ്ട് ആ വീട്ടിൽ ഇത്രയും വർഷം ഈ ഫിറോസിനെ സഹിച്ച് നിന്നില്ലേ. എന്തായാലും സത്യം പുറത്തു വരട്ടെ. ആര് പറയുന്നതാണ് ശരി? ഫിറോസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫിറോസിനെതിരെ കേസ് കൊടുത്ത് ഫിറോസിന് നല്ലൊരു ശിക്ഷ കിട്ടണം. അതല്ല വെറുതെ ഇത്രയും വലിയ ആരോപണം 17 വയസ്സുകാരിയെ ഫിറോസ് ഉപയോഗിച്ചു എന്നൊക്കെ സജിന വെറുതെയാണ് പറഞ്ഞതെങ്കിൽ സജിനയ്ക്കെതിരെയാണ് പോവേണ്ടത് അല്ലേ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.